SSCയുടെ CGL നോട്ടിഫിക്കേഷൻ ഇനി വരില്ലേ? നമുക്ക് മാർച്ച് 31 വരുമെന്ന് പറഞ്ഞിട്ടുള്ള SSCയുടെ CGL നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ഈ അടുത്തൊന്നും വരാനുള്ള സാധ്യതയില്ല. കാരണങ്ങൾ ഒരുപാടാണ്. നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം എന്തുകൊണ്ടാണ് ഈ അടുത്തൊന്നും SSCയുടെ നോട്ടിഫിക്കേഷൻ വരില്ല എന്ന് പറയാനുള്ള കാരണം. നമുക്കറിയാവുന്നത് പോലെ തന്നെ 4 മുതൽ 15 വരെയായിരുന്നു കഴിഞ്ഞ മാസം നമ്മുടെ MTSന്റെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരുന്നത്. ഈ MTS എക്സാമിനേഷൻ നടന്നപ്പോൾ സംഭവിച്ചിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, കൃത്യമായിട്ട് എക്സാമിനേഷൻസ് നടത്താനുള്ള കഴിവ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾക്കില്ല എന്ന് എഡ്യൂക്കേറ്റീവ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മര്യാദയ്ക്ക് എക്സാമിനേഷൻസ് നടത്താൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് സെന്ററുകളിൽ എക്സാമിനേഷൻസ് ടെക്നിക്കൽ ഫെയിലിയർ കാരണം ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് അഡ്മിഷൻ ടിക്കറ്റുകൾ എത്തുന്നില്ല. എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നില്ല. ആകെ മൊത്തം താറുമാറായിട്ടാണ് MTS പരീക്ഷ നടക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഫെബ്രുവരി 14 സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാന സംഭവം, അതായത് MDSന്റെ എക്സാമിനേഷൻ സ്കാം. ഒരു എക്സാമിനേഷൻ സെന്ററിന്റെ അണ്ടർഗ്രൗണ്ട് റൂമിൽ സെർവർ സ്ഥാപിച്ചുകൊണ്ട് എക്സാമിനേഷന്റെ ഒരു സ്കാം റിവീൽ ആകുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട്. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇനിയും ഇതുപോലെ തന്നെ എന്താണ് പറയാ, ആ സ്കാമിന്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനു മുന്നേ സർവീസിൽ കയറിയവർ ആരൊക്കെ ഉണ്ടാവും, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഒരു ധാരണയില്ല. ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ MTSന്റെ ഒരു സ്കാം പുറത്തു വന്നതോടുകൂടി SSCക്ക് ഒരു കാര്യം മനസ്സിലായി. നിലവിലെ സാഹചര്യത്തിൽ ഒരു എക്സാമിനേഷനും പ്രോപ്പർ ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒന്ന്, സ്കാമുകൾ പോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന് ലീക്ക് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പേയ്മെന്റുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു റാക്കറ്റ് നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊന്നും പോരാത്തതിന് കൃത്യമായിട്ട് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്കൽ ബാക്കപ്പും ടീമും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണെന്നും അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫെബ്രുവരി 17 ഫെബ്രുവരി 23 നടത്താനിരുന്ന SSCയുടെ GD കോൺസ്റ്റബിൾ പരീക്ഷ അനിശ്ചിത കാലത്തേക്ക് അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യാണ്. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. കുട്ടികൾ കാത്തിരിക്കുന്നു. ഒരു മാസം കഴിഞ്ഞു, ഇതാ ഇപ്പൊ 2ാമത്തെ മാസത്തിലേക്ക് കടക്കുന്നു. ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. എന്ന് ഒരു വിവരവുമില്ല. അപ്പൊ GD കോൺസ്റ്റബിളുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിവരവും നടക്കുന്നില്ല. ഇനി കൃത്യമായിട്ട് എക്സാമിനേഷൻസ് നടത്തുമെന്ന് ബോധിപ്പിക്കാനെന്നോണം SSC എന്ത് പ്രഖ്യാപിക്കുകയാണ്? അടിപൊളിയായ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ കറണ്ട് സൈറ്റുകളിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പോ ഈ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ആയിട്ട് അവർ വേറൊരു സാധനം ഇറക്കി, റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ. അതായത് 2 നോട്ടീസുകളാണ് പ്രധാനമായിട്ടും SSC ഇറക്കിയത്. പലരും വിചാരിച്ചത് എഡ്യൂക്കേറ്റീവെ മാറ്റിക്കൊണ്ട് പുതിയൊരു വെണ്ടറെ അന്വേഷിച്ചുകൊണ്ട് നോട്ടീസ് ഇറക്കിയെന്നായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല. 2 നോട്ടീസുകളിൽ പറഞ്ഞിരുന്നത്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ രീതിയിലുള്ള ടെക്നോളജീസോ ഇന്നോവേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? അതായത് എക്സാമിനേഷൻസ് പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് പുറത്തിറക്കി. അതിന് കാര്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് വീണ്ടും അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം പുറത്തിറക്കിയിട്ടുള്ള നോട്ടീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും അതുപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ ഹോൾ ടിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലൗട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടെക്നോളജി പാർട്ട്ണറെ വേണം. അതായത് എഡ്യൂക്കേറ്റീവ് അല്ല ഉദ്ദേശിക്കുന്നത്, മറ്റ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്നിക്കൽ ടീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസ് പ്രൊവൈഡർ വേണം എന്ന് പറഞ്ഞ് അവരെ അന്വേഷിച്ചുകൊണ്ട് പുതിയൊരു ടെൻഡർ നോട്ടീസും SSC പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും വിചാരിച്ച പോലുള്ള റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ അതിലൊരു ഫൈനലൈസേഷൻ വന്നിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ പണ്ടത്തെ പോലെ തന്നെയാണ് SSCയുടെ എല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ശരി, എക്സാം നടത്തിപ്പ് രീതികളാണെങ്കിലും ശരി, അവർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ മാറ്റങ്ങളൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി SSC പറഞ്ഞതുപോലുള്ള ഡേറ്റുകളിൽ ഒന്നും അവർക്ക് നോട്ടീസോ നോട്ടിഫിക്കേഷനോ പുറത്തിറക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ തന്നെ സൈറ്റിലുള്ള കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? നമുക്ക് മാർച്ച് 16 ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, JSAയും അതുപോലെ LDC ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. SSA UDC ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നോട്ടീസ് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. ASOന്റെ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നോട്ടീസ് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. അപ്പൊ മാർച്ച് 16 ഈ പറഞ്ഞ ഒരു സാധനങ്ങളും വന്നിട്ടില്ല. അപ്പൊ അന്ന് മുതലേ ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ CGL നോട്ടിഫിക്കേഷൻ എന്തായാലും വൈകും, ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിലധികം സമയം നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്ത സാഹചര്യത്തിൽ SSCയുടെ CGL നോട്ടിഫിക്കേഷനും ഈ അടുത്തൊന്നും വരില്ല. കാരണം ആദ്യം ഈ 3 വരണം അല്ലേ? അതിനുശേഷമേ ഇനി CGL വരുള്ളൂ. അതിനുശേഷമേ മറ്റ് CHSL ആണെങ്കിലും ശരി, ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിലും ശരി, എന്ത് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ശരി, അതിനുശേഷമല്ലേ വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ
കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ ഡിലേ ആയെങ്കിൽ ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ ഡിലേ ആവും, എക്സാമിനേഷൻ ഡിലേ ആവും, എല്ലാം ആകെ മൊത്തം ഡിലേ ആവും, ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കൂട്ടുക, ഒരു ബോണസ് ആയിട്ട് കൂട്ടുക, ഒരു അവസരമായിട്ട് കൂട്ടുക. അതായത് നമുക്ക് CGL പഠിക്കാനായിട്ട് ഒരു 2 മാസം കൂടി എക്സ്ട്രാ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്കാ ലോട്ടറി തന്നെയാണ്. ഇപ്പോൾ നല്ല രീതിക്ക് പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എത്ര മോക്ക് ടെസ്റ്റ് അധികം ആ ഒരു സമയം കൊണ്ട് എടുക്കാൻ പറ്റും, എത്ര റിവിഷൻ അധികം നിങ്ങൾക്ക് ആ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അടിപൊളിയായിട്ട് പക്കയായിട്ട് പഠിച്ച് സെറ്റായിട്ട് ഈ ഒരു CGL എക്സാമിനേഷനെ അഭിമുഖീകരിക്കാൻ പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ടയർ 1 എക്സാമിനേഷന് ശേഷം ടയർ 2 എക്സാമിനേഷൻ ഒരു സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ മെനക്കെട്ട് ഒരു 3 മാസം വരാനിരിക്കുന്ന ഒരു 3 മാസം മെനക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ആ ടയർ 1 ക്രാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം കൊണ്ട് ടയർ 2 ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന് 3 മാസം കൊണ്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ നമ്മളാണെങ്കിലും ശരി, വരാനിരിക്കുന്ന CGL പരീക്ഷകളിലെ ഡിലേ ആവുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ശരി, SSCയുടെ ഔദ്യോഗികമായ ഡേറ്റ് പ്രകാരം തന്നെ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബാച്ചസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് SSCയുടെ ഒരു ജനറൽ ബാച്ച് റണ്ണിംഗ് ആണ്. CGL, CHSL, MTS, GD കോൺസ്റ്റബിൾ എല്ലാത്തിനും കൂടി ചേർന്നിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി SSCയുടെ ജനറൽ ബാച്ച് ആയിരിക്കും ഇത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നിങ്ങൾ വിചാരിക്കരുത് എല്ലാം കമ്പൈൻഡ് ആയതുകൊണ്ട് ക്ലാസ്സും കമ്പൈൻഡ് ആയിരിക്കും, ഒരിക്കലുമില്ല. ഇപ്പൊ CGL മാത്സിന്റെ നിലവാരം നമുക്കറിയാലോ, നല്ല പക്ക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ലെവലിലുള്ള പ്യുവർ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് CGL കോഴ്സസിന് ലഭ്യമായിരിക്കും. CHSLനും MTS പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസും നോട്ടുകളും ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ MTSന് മാത്സിന്റെ പ്രാധാന്യം ക്വാളിഫയിങ് മാത്രമാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും കിട്ടുക. അതല്ലാതെ നിങ്ങൾക്ക് ഒരു SSCയുടെ ജനറൽ ബാച്ച് എടുത്തു കഴിയുമ്പോൾ എല്ലാത്തിനും കൂടി കയറി കോമൺ ആയിട്ട് ഒരു സാധനം ആയിരിക്കില്ല കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യം ആ സാധനങ്ങൾ മാത്രം നൽകുന്നതായിരിക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു SSCയുടെ ജനറൽ ബാച്ച്. ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സും നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. കണ്ട് മനസ്സിലാക്കുക എന്താണ് ക്ലാസിന്റെ ക്വാളിറ്റി, നോട്ടിന്റെ ക്വാളിറ്റി എന്നൊക്കെ. ഇനി നിങ്ങൾക്ക് SSC എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അത് എന്ത് സംശയമായിക്കോട്ടെ, ഫ്രീ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അതുമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫാക്കൽറ്റീസിന് ആരോടെങ്കിലും ഡയറക്ട്ലി കണക്ട് ചെയ്യണോ, അവരോട് പറഞ്ഞാൽ മതി ഇന്ന ഫാക്കൽറ്റീനെ കണക്ട് ചെയ്യണം, അവർ കണക്ട് ചെയ്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ നോട്ട്സ് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആവശ്യത്തിലധികം നോട്ടുകൾ അപ്ലോഡ് ആവുന്നുണ്ട് ഡെയിലി. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വരുന്ന ദിവസം PYQസിന്റെ സകല കമ്പൈലേഷന്റെ ഒരു നോട്ട്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചോ. പിന്നെ പഠനം ഇനി ഒരു കാരണവശാലും ഉഴപ്പാനായിട്ട് നിൽക്കരുത്. നമ്മൾക്ക് സമയം കിട്ടി എന്നതിനർത്ഥം ഉഴപ്പാൻ സമയം കിട്ടി എന്നല്ല. നോട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു 1-2 മാസത്തിനുള്ളിലേ വരുള്ളൂ. കാരണം ഇപ്പൊ നമുക്ക് ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ എന്താ പറയാ, കാരണം ഒരു 3 നോട്ടിഫിക്കേഷൻ ഓൾറെഡി വരാനുണ്ട്. അതല്ലെങ്കിൽ കുറച്ചും കൂടി വൈകാനുള്ള സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. സോ നമ്മൾക്ക് കിട്ടുന്ന സമയം പരമാവധി ഉപയോഗിക്കുക. നമുക്ക് ഒരു 2-3 മാസം എക്സ്ട്രാ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കാനുള്ള സമയമാണ്. ഇതുവരെ തുടങ്ങാത്ത ഒരാൾക്ക് പോലും ഈ ഒരു എക്സാമിനേഷന്റെ ടയർ 1 ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഞാനത് ഉറപ്പ് പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ക്രാക്ക് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക് പഠിക്കണം, എന്തൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമുക്ക് വരുന്ന ദിവസം ചെയ്യാം. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിച്ചോ. എക്സാം ഒക്കെ ആ വഴിക്ക് നടന്നോളും, ഈ ഇഷ്യൂസ് ഒക്കെ ആ വഴിക്ക് നടന്നോളും. നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ മതി, നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യണ്ടേ, നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യണം. വേറെ ഒരാളും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ചീത്ത പറഞ്ഞ് സമയം കളഞ്ഞുകൊണ്ടല്ല, ആരെങ്കിലും കുറ്റപ്പെടുത്തിയോണ്ടോ SSC എന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറെ പോസ്റ്റ് ഇട്ടുകൊണ്ടോ ട്വിറ്റർ ക്യാമ്പയിൻ നടത്തിയോണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. എക്സാമിനേഷൻ എന്തായാലും ഇന്ന സമയത്ത് അവർ നടത്തേണ്ട തീരുമാനിച്ച രീതിയിലേ നടത്താൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് എന്തായാലും അന്നത്തെ ദിവസം തന്നെ ഇത് പോയി അറ്റൻഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അന്നത്തെ ദിവസം അറ്റൻഡ് ചെയ്യുന്ന ദിവസം നമ്മൾ ഈ എക്സാമിനേഷൻ ജയിക്കാൻ വേണ്ടി അറ്റൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പിച്ചു വെക്കുക. അതേ നമ്മുടെ കയ്യിലുള്ള, അപ്പൊ നമ്മുടെ കയ്യിലുള്ള കാര്യം നല്ല പക്കയായിട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.